ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർമാനമായിട്ട് ഹല്ലേലൂയ പ്രഭാത സന്ദേശം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ വിധങ്ങളെക്കുറിച്ച് പറയുവാനിടയായി. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വാക്യം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതിനാധാരമായിട്ട് നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു വാക്യം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം അതിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. റോമയിലുള്ള വിശ്വാസികളോട് പൗലോസ് പറയുന്ന ഒരു വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലുള്ള വിശ്വാസികളുടെ കയ്യിൽ നിന്നോ എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പൗലോസ് പറയുക, നിങ്ങളും എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോടുകൂടി പോരാടി പ്രാർത്ഥിക്കണം. ഒന്നിച്ച് പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ, ഒന്നിച്ച് പോരാടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം വലിയ മറുപടി അയക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. എന്നിട്ട് താഴെ എഴുതിയിരിക്കുക, എന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്നോടൊപ്പം പോരാടി പ്രാർത്ഥിക്കണം. ഞാൻ ഹല്ലേലൂയ വല്ലാത്ത പ്രതിസന്ധി, അതിന് 30 യഹൂദിലെ അവിശ്വാസിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന്. ഹല്ലേലൂയ. അവിടെ അവിശ്വാസികൾ വളരെ ദോഷം എനിക്ക് ചെയ്യുന്നു, വളരെ ദോഷപ്രവൃത്തികൾ എനിക്ക് വേണ്ടി ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നോട് എതിർത്ത് നിൽക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് പിന്നെ യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരണം. ഹല്ലേലൂയ. ഞാൻ അവിടുന്ന് ഹല്ലേലൂയ കളക്ട് ചെയ്തതായ ആ ധനശേഖരം അത് വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിന് ഹല്ലേലൂയ ഞാൻ ദൈവത്താൽ സന്തോഷത്തോട് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന്, നിങ്ങളോടുകൂടെ ഒന്നിച്ച് ഹല്ലേലൂയ തണുക്കേണ്ടതിന്. ഹല്ലേലൂയ. എന്താ മനം തണുക്കുക എന്ന് പറഞ്ഞാൽ? ഒന്നിച്ചുള്ളതായ ഒരു സന്തോഷം, ഒരു പ്രത്യാശ, ഒരു നല്ലൊരു അനുഭവം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ എന്നോടുകൂടി നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം. എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രിയമുള്ളവരെ? ദൈവദാസന്മാരോട് കൂടെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയിൽ പോരാടുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കിട്ടുന്ന സമയം ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ പോരാടുവാൻ കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിടുതല. പ്രിയമുള്ളവരെ, പോരാടി പ്രാർത്ഥിക്കണം. പോരാടി എനിക്കിത് കിട്ടിയേ മതിയാവൂ, എനിക്കിത് ലഭിച്ചേ മതിയാവൂ എന്ന് പോരാടി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവൻ നൽകിക്കൊടുക്കുവാൻ ശക്തനാണ്. നമുക്കറിയാം, കൊലോസ്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്. എപ്പഫ്രോസിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക. കൊലോസ്യ സഭയുടെ ഹല്ലേലൂയ പാസ്റ്ററായിരുന്ന എപ്പഫ്രോസ് ഹല്ലേലൂയ തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ ഹല്ലേലൂയ 12-ാം വാക്യമാണ്. 4:12 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിങ്ങൾ നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്ന എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുക. അവർ പറയുകയാണ്, നിങ്ങൾ തികഞ്ഞവരാകണം, ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. 2 കാര്യങ്ങളാണ് അവിടെ ഹല്ലേലൂയ എപ്പഫ്രോസ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നിങ്ങൾ തികഞ്ഞവരായി വരണം. സഭയിലുള്ളവർ, വിശ്വാസികൾ തികഞ്ഞവരാകണം, പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ദൈവഹിതം സംബന്ധിച്ച്, ദൈവത്തിൻ്റെ ഹിതം എൻ്റെ മേൽ എപ്രകാരമാണെന്നുള്ളത് അത് സംബന്ധിച്ച് തികഞ്ഞവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്താട്ട് ഇന്ന് രാവിലെ കാലം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹിതം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ തികഞ്ഞ തികഞ്ഞവരാകണം. എല്ലാ രീതിയിലും ദൈവസന്നിധിയിലും നമ്മൾ തികഞ്ഞവരായി വരണമെന്ന ഈ എപ്പഫ്രോസ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് അവൻ പോരാടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്ന. ഹല്ലേലൂയ. എത്ര പേർക്ക് കഴിയും പ്രിയമുള്ളവരെ പ്രാർത്ഥനയിൽ പോരാടാൻ? എപ്പഫ്രോസിനെ പരിചയപ്പെടുത്തുക പൗലോസ്. നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രോസ്
നിങ്ങളെ വന്ദനം ചെയ്യുന്നതാണ്. അവനെ പരിചയപ്പെടുത്തുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. അവനെ പ്രകാരമാണ് നിങ്ങൾ തികഞ്ഞവരാകണമെന്നും ദൈവഗീതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ദൈവത്തിന് സ്തോത്രം. പോരാടി പ്രാർത്ഥിക്കുക. ഇവിടെ ഒരു ദൈവദാസൻ പോരാടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തികഞ്ഞവരാകണം. ദൈവഗീതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. അതാ നമുക്ക് ആവശ്യം പ്രിയമുള്ളവരെ. അല്ലാതെ അത് വേണം, ഇത് വേണം, മറ്റേത് വേണം എന്ന് പറഞ്ഞല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിൽ നിങ്ങൾ തികഞ്ഞവരായി വളരണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാ. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ തികഞ്ഞവരല്ലെങ്കിൽ ഹല്ലേലൂയ, എന്താ പ്രയോജനം പ്രിയമുള്ളവരെ? നമ്മളെ ഒന്ന് ശോധന ചെയ്യുന്നു രാവിലെ കാലം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധി നമ്മൾ തികഞ്ഞവരായി മുന്നേറുവാൻ കഴിയട്ടെ. എന്നിട്ട് പറയുന്നു ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണമെന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലൊരു പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണമെന്നോ അത് സംബന്ധിച്ചൊക്കെ ഹല്ലേലൂയ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു എപ്പപ്രോസിനെയാണ് നമ്മൾ കാണുന്നത്. ദൈവസഭയ്ക്ക് വേണ്ടി തൻ്റെ ഹല്ലേലൂയ തൻ്റെ ദൈവത്തിന് സ്തോത്രം വിശ്വാസികൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന എപ്പപ്രോസ്. നമുക്കും അത് കഴിയണം പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിക്കുവാൻ. പിന്നെയും നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ കേൾക്കുന്ന യാക്കോബിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ നമ്മളവിടെ ഇങ്ങനെയാണ് കാണുന്നത്. യാക്കോബിൻ്റെ ലേഖനം ദൈവത്തിന് സ്തോത്രം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു ദൈവത്തിന് സ്തോത്രം 1-ാം അധ്യായം അതിൻ്റെ 6ഉം 8ഉം ഒക്കെ വാക്യങ്ങളിൽ ഇങ്ങനെ 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണം. വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊരുത്തർ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഞാനൊരു പ്രാവശ്യം പറഞ്ഞതാണ്, ഇത് ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ എന്ന്. ജ്ഞാനമില്ലാത്തവൻ ദൈവത്തോട് യാചിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പഠിക്കുന്നവരാണല്ലോ. അവർക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന തലമുറകളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ജ്ഞാനം നൽകി തരുന്നവർ അത് നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയുന്നു അവതാര്യമായി കൊടുക്കുന്നവനോട് ദൈവം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. അല്ല നിങ്ങളൊരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും അവതാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ അവന് ലഭിക്കുമെന്ന നമുക്കത് അവതാര്യമായി തരുന്ന ഒരുവനുണ്ട്. അവൻ നമുക്ക് നൽകി തരുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് പറയുക നിങ്ങളൊന്നും സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണം. സംശയിക്കരുത് പ്രിയമുള്ളവരെ. സംശയിച്ചു കഴിഞ്ഞാൽ താഴെ എഴുതിയിരിക്കുന്നത് കാറ്റടിച്ച് അലയുന്ന കടത്തിരയ്ക്ക് സമനെന്ന സംശയിച്ചു കഴിഞ്ഞാൽ. സംശയിക്കാതെ വിശ്വാസത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദീനക്കാരന് വളരെ ഫലിക്കുമെന്ന ഹല്ലേലൂയ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. അതിൻ്റെ 8-ാം വാക്യം ദൈവത്തിന് സ്തോത്രം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളൊക്കെ അസ്ഥിരനാണ്. നമ്മൾ ഇരുമനസ്സോട് പ്രാർത്ഥിച്ചാൽ ഒന്നും ലഭിക്കത്തില്ല പ്രിയമുള്ളവരെ. ഒരു മനസ്സോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, സംശയിക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ വിടിവിപ്പാൻ നമ്മളൊക്കെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ ഒന്ന് കരുതുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പോരാടി പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് വിശ്വാസത്തോട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇതിൻ്റെ 17-ഉം 18-ഉം വാക്യം കൂടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം നല്ലതാനോ തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യമാനമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. നമുക്കിതൊക്കെ നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഈ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ എവിടുന്നാണ്? ഉയരത്തിൽ നിന്നാണ് അത് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ യാചിക്കണം വിശ്വാസത്തോടെ. കർത്താവേ, ഇതൊക്കെ എനിക്ക് നൽകി തരണമേ. നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെ എനിക്ക് നൽകി തരണമെന്ന് ദൈവത്തോട് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ? ഇവിടെ ഇങ്ങനെ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവന് വികാരമോ ഹൃദയഭേദത്താലുള്ള ആച്ഛാദനമോ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്.
ദൈവത്തിന് സ്തോത്രം. ഏത് വായിസ് ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് നൽകി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാ പ്രിയമുള്ളവർ. അതുകൊണ്ട് സംശയിക്കാതെ വിശ്വാസത്തോടെ ദൈവസന്നിധി കടന്നു ചെന്നാട്ട് അതിൻ്റെ ഇതിൻ്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ വായിക്കുന്ന അതിൻ്റെ 16-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടത് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന്. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. ശ്രദ്ധയോടുകൂടി ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാട്ട് ദൈവം വിടിവിപ്പാൻ ശക്തനാ പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഞാനിത് 4 കാര്യമായി എന്ന് പറഞ്ഞത്. 1, പോരാടി പ്രാർത്ഥിക്കണം. 2ാമതായിട്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. 3ാമതായിട്ട് ഹല്ലേലൂയ ശ്രദ്ധയോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമുക്ക് കഴിയണം പ്രിയമുള്ളൊരു ശ്രദ്ധയോടെ. ഹല്ലേലൂയ. എല്ലാ ദാനങ്ങളും ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ആ ഉയരത്തിൽ നിന്ന് തരുന്നവനോട് ശക്തമായി നമ്മൾ യാചിക്കണം. നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ജ്ഞാനം നൽകി തരുവാൻ കഴിയുന്നവനോട് പ്രാർത്ഥിക്കണം. ഇരുമനസ്സുള്ളവരായി തീരരുത്. ഒരു മനസ്സോട് വിശ്വാസത്തോട് ദൈവസന്നിധി നമുക്ക് അടുത്തു വരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവ് നല്ല വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ശക്തമായിട്ട് ദൈവവചനത്തിൽ സംസാരിപ്പാൻ അവിടുത്തെ കരങ്ങൾ ഉപയോഗിച്ചല്ലോ. വീണ്ടും അവിടെ ശക്തമായി ഒരുക്കണം. പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോട് ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.